ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. സോ ഈ ഒരു പ്രീമിയർ ലീഗ് സീസണും ഏറെക്കുറെ അവസാനിച്ചു. ഇത്തവണയും പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നമ്മുടെ ക്ലബിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരുപാട് ഇഞ്ചുറീസും പിന്നെ ഒരുപാട് ഏരിയാസിൽ ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഈ ഒരു സീസണും ട്രോഫി ലെസ് ആയിട്ട് തന്നെ നമുക്ക് പോകും എന്നുള്ളതാണ്. സോ നമുക്കിനി നോക്കാനുള്ളത് അടുത്ത സീസണിലേക്കാണ്. അടുത്ത സീസൺ എങ്ങനെ കളറാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ആർസണൽ ഫാൻസും ടീം മാനേജ്മെൻറ്റും എല്ലാം ശ്രദ്ധ ചെലുത്തുന്നത്. നമ്മൾ ആരോ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ് FC ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അടുത്ത സീസണിലേക്ക് എന്നുള്ളതാണ്. സോ ഈ ഒരു സീസണെ പറ്റി ഇനിയിപ്പോൾ വേറെ പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. സോ ഇനി നമ്മൾ അടുത്ത സീസണിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. സോ അടുത്ത സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടർ ആൻഡ്രിയോ ബെർട്ട വളരെ ബിസി ആയിരിക്കും എന്നുള്ളതാണ്. പ്ലേയേഴ്സിനെ വാങ്ങണം, വിൽപ്പനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിസി ആവുന്നൊരു സമയം തന്നെയായിരിക്കും ആൻഡ്രിയോ ബെർട്ടയ്ക്ക്. സോ അതിലേക്ക് നോക്കുകയാണെങ്കിൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്കുള്ള ആദ്യത്തെ സൈനിങ് നമ്മളൊരു വെർബൽ അഗ്രിമെൻറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാർട്ടിൻ സുബിമെൻഡി, സ്പാനിഷ് പ്ലെയർ, മിഡ്ഫീൽഡറിനെ ലാലിഗയിൽ റിയൽ സോസിഡാഡിൽ നിന്നും ആർസണലിലേക്ക് എത്തിക്കാൻ ഒരു വെർബൽ അഗ്രിമെൻറ്റ്, പ്ലെയറുമായിട്ടൊരു വെർബൽ അഗ്രിമെൻറ്റ് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സോ പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 മില്യൺ യൂറോസ് ആണ്. അതെന്തായാലും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആർസണലിൽ ട്രിഗർ ചെയ്യും എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സോ കഴിഞ്ഞ സീസണിൽ ലിവർപൂൾ അവരുടെ ടീമിലേക്ക് എത്തിക്കാൻ വെച്ച പ്ലെയർ ആയിരുന്നു. പക്ഷേ താരം സുബിമെൻഡി ലിവർപൂളിനെ റിജക്റ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ കൊല്ലം റിയൽ സോസിഡാഡിൽ കണ്ടിന്യൂ ചെയ്തത്. സോ ഈ ഒരു സീസണിൽ ഈ ഒരു പ്ലെയർ ആർസണലിലേക്ക് വരുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഒരു ലോങ് ടൈം ടാർഗറ്റ് തന്നെയായിരുന്നു ഈ ഒരു പ്ലെയർ. സോ നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് മാർട്ടിൻ സുബിമെൻഡി എത്തുന്നതോടുകൂടി നമ്മുടെ മിഡ്ഫീൽഡ് എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കയറുന്നതെങ്കിൽ ചെറുതായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യപ്പെടും. നമ്മൾ വലിയ ഗ്യാപ്പില്ലാണ്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. സോ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ്. സോ ഓക്കെ, മാർട്ടിൻ സുബിമെൻഡി. സോ 1999 സ്പെയിനിലെ സാൻ സെബാസ്റ്റ്യനിൽ ജനിച്ച ഒരു പ്ലെയർ 2011 റിയൽ സോസിഡാഡിൻ്റെ യൂത്ത് സിസ്റ്റത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ലോവർ ഡിവിഷൻ കളിച്ച് മേലോട്ടെത്തിയ ഒരു പ്ലെയർ 2019 ടീമിൻ്റെ സീനിയർ സ്ക്വാഡിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇതുവരെ റിയൽ സോസിഡാഡിൻ്റെ മിഡ്ഫീൽഡിൽ ഒരു നിറസാന്നിധ്യമായിട്ട് പ്ലെയർ ഉണ്ട് എന്നുള്ളതാണ്. നമ്പർ 6 പൊസിഷനിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് ഈ പ്ലെയർ തിളങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ക്ലബിലേക്ക് നോക്കുകയാണെങ്കിൽ ആ പൊസിഷനിൽ കളിക്കുന്നത് തോമസ് പാർട്ടിയാണ്. സോ ഇപ്പോൾ ഈ ഒരു സീസണിൻ്റെ അവസാനം മിഡ്ഫീൽഡിൽ നിന്ന് പോകാൻ ചാൻസ് ഉള്ള ജോർജീനയുടെയും തോമസ് പാർട്ടിയുടെയും കാര്യം നോക്കുകയാണെങ്കിൽ ജോർജീന ഏതായാലും പോകുന്ന ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. തോമസ് പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അനിശ്ചിതത്വത്തിലാണ്. സോ ആ ഒരു സമയത്ത് 26 വയസ്സിലെ തൻ്റെ പീക്ക് ഫോമിലുള്ള ഒരു മിഡ്ഫീൽഡർ ടീമിലേക്ക് കടന്നു വരുന്നത് വളരെ വേർത്തിയായിട്ടുള്ള ഒരു അഡിക്ഷൻ തന്നെയാണ് എന്നുള്ളതാണ്. സോ സുബിമെൻഡിക്ക് 5 അടി 11 ഇഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. സോ ഇനി ഒരു പ്ലെയറിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളാണ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആങ്കർമാൻ ആയിട്ടാണ് ഈ പ്ലെയർ കളിക്കുന്നത്. സോ റിയൽ സോസിഡാഡിൻ്റെയും ആർസണലിൻ്റെയും പ്ലേയിങ് സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീം അത്യാവശ്യം പൊസിഷൻ വെച്ച് കളിക്കാൻ നോക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ്. ഓഫ് ദ ബോൾ 4-4-2 സ്റ്റൈൽ തന്നെയാണ് പ്രസ് ചെയ്യുന്നത്. സോ റിയൽ സോസിഡാഡിൽ കളിച്ച സിസ്റ്റത്തിൽ കളിച്ച ഏറെക്കുറെ അതേ പൊസിഷൻ തന്നെയാണ് ആർസണലിലും സുബിമെൻഡി കളിക്കാൻ പോകുന്നത്. അത്ര പരിചയക്കുറവൊന്നും പ്ലെയറിന് ഉണ്ടാവേണ്ട ആവശ്യമില്ല പ്ലേയിങ് സ്റ്റൈലിൻ്റെ കാര്യത്തിൽ. സോ ഇനി പ്ലെയർ നോക്കുകയാണെങ്കിൽ അത്ര എക്സ്പ്ലോസീവ് മിഡ്ഫീൽഡർ എന്ന് പറയാൻ കഴിയില്ല. അത്ര ടെറിഫിക് ടാക്കിൾസും കാര്യങ്ങളും നടത്തി ബോൾ റിക്കവറി നടത്തുന്ന ഒരു ഡിസ്ട്രോയർ കൈൻഡ് ഓഫ് പ്ലെയർ അല്ല ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ്റലിജൻറ്റ് പ്ലേ, അതാണ് ഈ ഒരു പ്ലെയറിൻ്റെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കൗണ്ടർ അറ്റാക്ക് സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഓഫ് ദ ബോൾ സിറ്റുവേഷൻ വരാണെങ്കിൽ എവിടേക്കാണ് കളി പോകുന്നത് എന്നൊരു 2 സ്റ്റെപ്പ് മുന്നേ ഗസ് ചെയ്ത് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് സ്മാർട്ട് പൊസിഷനിങ് എന്ന് പറയില്ലേ, കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്ത് ഗെയിം പ്രെഡിക്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്യുന്ന രീതി, ഒപ്പോണൻറ്റ് പ്ലെയറിൻ്റെ പാത്തിലേക്ക് തന്നെ പ്ലേസ് ചെയ്ത് സ്മാർട്ട് പൊസിഷനിങ് നടത്തി ബോൾ റിക്കവർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ പ്ലെയർ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലെയറിൻ്റെ ഗെയിം ഇൻ്റലിജൻസ് വളരെ ഹൈ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. സോ അതേപോലെ തന്നെ പാസിങ്ങിൻ്റെ കാര്യം, പ്രോഗ്രസീവ് പാസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോർട്ട് പാസസ് ആണെങ്കിലും ലോങ് പാസസ് ആണെങ്കിലും എസ്പെഷ്യലി എടുത്തു പറയേണ്ടതാണെങ്കിൽ ത്രൂ ദ സെൻറ്റർ, നമ്മുടെ ക്ലബ്ബ് ഈ ഒരു സീസണിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു കാര്യമാണ് ത്രൂ ദ സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ത്രൂ ദ ഡിഫെൻസീവ് ലൈൻ പന്ത് പ്രോഗ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് കൊടുക്കാൻ നല്ല കഴിവുള്ള പ്ലെയർ തന്നെയാണ്. അതേപോലെ നമ്മുടെ ക്ലബിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വിങ്സിലേക്ക് നമ്മൾ അത്യാവശ്യം വൈഡായിട്ട് ഗെയിം കൊണ്ടുപോകുന്ന ടീം തന്നെയാണ്. ഇപ്പോൾ സാക്ക റൈറ്റ് വിങ്ങിലാണെങ്കിലും മാർട്ടിനെല്ലി ലെഫ്റ്റ് വിങ്ങിലാണെങ്കിലും നമുക്ക് 2 വിങ്ങിലേക്കും ആക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഈ ഒരു പ്ലെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വിങ്സിലേക്ക്
വിങ് പ്ലെയേഴ്സിലേക്ക് പന്ത് അത്യാവശ്യം നന്നായിട്ട് എത്തിക്കാൻ കഴിവുള്ള ഒരു പ്ലെയർ തന്നെയാണ് മിഡ്ഫീൽഡിൽ നിന്ന് ലോഫ്റ്റഡ് ബോൾസ് വഴിയൊക്കെ. സോ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു 4-3-3 ഫോർമേഷനിലാണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ കറക്റ്റ് ഒരു ആങ്കർമാനായിട്ട് ഡിഫൻസിന് മുമ്പേ ഒരു പ്രതിരോധമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും. ഇനി ഒരു ഡിഫൻസീവ് പ്ലേയിലേക്ക് നമ്മൾ ഇറങ്ങി കളിക്കുമ്പോൾ സെൻറ്റർ ബാക്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഡിഫൻസീവ് ഡ്യൂട്ടീസ് ചെയ്യാൻ വളരെയധികം കെൽപ്പുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ നമ്മുടെ ക്ലബിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് ത്രൂ ദ വിങ്സ് ആണെങ്കിലും ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങ് ബാക്കിൽ നിന്നാണ്. സോ അങ്ങനെയുള്ള സമയത്ത് പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്ലെയർ നമുക്ക് ആ നമ്പർ 6 പൊസിഷനിൽ ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിലേക്ക് ആ ഒരു ബോക്സും കൂടി ടിക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് മാർട്ടിൻ സുബിമെൻഡി എന്ന് പറയുന്നത്. പ്രസ് റെസിസ്റ്റൻ്റ് എന്ന് എടുത്തു പറയാവുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഒരു പന്ത് റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ചുറ്റുപാടും നോക്കി അതിനനുസരിച്ച് ബോഡി ടേൺ ചെയ്ത് തന്നെ ഒപ്പണൻറ്റ് പ്ലെയറിനെ ഔട്ട് ഓഫ് പ്ലേ ആക്കുന്ന രീതിയാണ് മാർട്ടിൻ സുബിമെൻഡിൻ്റെ എന്നുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5'11" ഉള്ളൊരു പ്ലെയർ ആണെങ്കിലും പക്ഷേ ഒരു ഫിസിക്കാലിറ്റി അത്രയധികം യൂസ് ചെയ്യുന്നൊരു പ്ലെയർ അല്ല. ആ കാര്യത്തിൽ ആൾ അത്ര ടോപ്പ് അല്ല എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഏരിയൽ ഡ്യൂൽസിലും പ്ലെയർ നല്ല രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ബോക്സും ടിക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആങ്കർമാനായിട്ട് കളിക്കുന്നതിനേക്കാൾ ഉപരി ഡബിൾ പിവറ്റിലും ചിലപ്പോൾ കളിക്കേണ്ടി വന്നേക്കാം. മേ ബി ഡെക്ലാൻ റൈസ് ആയിട്ട് ഡബിൾ പിവറ്റിൽ കളിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്കിൽ നിന്നും ഇൻവേർട്ട് ചെയ്ത് വരുന്ന പ്ലെയർ ആയിട്ട് പിവറ്റ് ചെയ്ത് കളിക്കേണ്ടി വന്നേക്കാം. സോ ആ ഒരു സിസ്റ്റത്തിലും വളരെയധികം ഒതുങ്ങുന്നൊരു പ്ലെയർ തന്നെയാണ് മാർട്ടിൻ സുബിമെൻഡി എന്നുള്ളതാണ്. ആൻഡ് പ്ലെയറിൻ്റെ അറ്റാക്കിംഗ് മീറ്റർ വെച്ച് പ്ലെയറിനെ ജഡ്ജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ 2 ഗോളും ഒരു അസിസ്റ്റൊക്കെ പ്ലെയറിനുണ്ട്. ബട്ട് ഒപ്പോണൻറ്റ് ബോക്സിൽ പ്ലെയർ അത്ര ആക്റ്റീവാണെന്ന് എടുത്തു പറയാൻ കഴിയില്ല. അപ്പോൾ ഒഡഗാർഡിനെ പോലെയോ റൈസിനെ പോലെയോ ഒരു അറ്റാക്കിംഗ് 8 ആയിട്ട് അസിസ്റ്റ് വെക്കാനോ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു പ്ലെയർ അല്ല മാർട്ടിൻ സുബിമെൻഡി. പക്ഷേ ഔട്ട്സൈഡ് ദ ബോക്സ് പല അറ്റാക്കുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ മാർട്ടിൻ സുബിമെൻഡിൻ്റെ കാലുകളിൽ നിന്നായിരിക്കും എന്നുള്ളതായിരിക്കും. ഒരു നല്ലൊരു പാസിൽ നിന്നായിരിക്കും ചിലപ്പോൾ പല അറ്റാക്സും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അസിസ്റ്റിൻ്റെയും ഗോളിൻ്റെയൊക്കെ കണക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ മാർട്ടിൻ സുബിമെൻഡിയുടെ പേര് അവിടെ കണ്ടില്ല എന്ന് വരാം. ബട്ട് സ്റ്റിൽ പല അറ്റാക്കും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റയൽ സിസ്റ്റമാണെങ്കിലും പല അറ്റാക്കുകളുടെയും ഒരു സ്റ്റാർട്ടിംഗ് സോഴ്സ് എന്ന് പറയുന്നത് മാർട്ടിൻ സുബിമെൻഡി ആയിരിക്കും എന്നുള്ളതാണ്. സോ അതേപോലെ പെർഫോമൻസ് തന്നെ നമുക്ക് പ്ലെയറിൽ നിന്ന് ആഴ്സണലിലും പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. സോ ഇനി മാർട്ടിൻ സുബിമെൻഡിയുടെ വരവ് കൊണ്ട് നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റാക്കിംഗ് മിഡ് കുറച്ചും കൂടി ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. സോ നമ്മൾ പറയാറ് റൈസ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അഡ്വാൻസ്ഡ് പൊസിഷനിൽ കളിക്കുന്നതാണ്. അത് തന്നെ നമുക്ക് മാർട്ടിൻ ഓഡഗാർഡിനും കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. ശരിക്കും മാർട്ടിൻ ഓഡഗാർഡ് കുറച്ചും കൂടി മാർട്ടിൻ ഓഡഗാർഡിനെ ഈ ഒരു ഇഞ്ചുറിക്ക് ശേഷം, ഈ ഒരു സീസണിൽ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒരുപാട് നമ്മൾ ക്രൂശിച്ചിട്ടുണ്ട്. ഒരുപാട് മോശമായിട്ട് തന്നെ ആ പ്ലെയറിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്ലെയർ കുറച്ചുകൂടി ഡിഫൻസീവ് വർക്കിലേക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു സാഹചര്യം, മിഡ്ഫീൽഡിൽ താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം പ്ലെയറിന് വരുന്നു എന്നുള്ളതാണ്. സോ അത്രയും ടെക്നിക്കലി ആപ്റ്റായിട്ടുള്ളൊരു പ്ലെയർ, സുബിമെൻഡിനെ പോലൊരു പ്ലെയർ നമ്മുടെ നമ്പർ 6 പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഒരു ആങ്കർമാനായിട്ട് വന്നു കഴിയുമ്പോൾ മേ ബി മാർട്ടിൻ ഓഡഗാർഡിന് ആ നമ്പർ 8 പൊസിഷനിൽ കുറച്ചും കൂടി ഫ്രീഡം കിട്ടും എന്നുള്ളതാണ്. കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് ഫ്രീ ആയിട്ട് ആ പ്ലെയറിന് കളിക്കാൻ കഴിയും എന്നുള്ളതാണ്. സോ മാർട്ടിൻ സുബിമെൻഡി വരുന്നതോടുകൂടി തന്നെ ഒഡഗാർഡിൻ്റെ ഒരു റീജുവനേഷൻ ഞാൻ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു റെസറക്ഷൻ പോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ബോക്സിനകത്താണ് നമുക്ക് ഒഡഗാർഡിൻ്റെ ആവശ്യം വരുന്നത്. സോ ഔട്ട്സൈഡ് ദ ബോക്സ് സുബിമെൻഡിയെ പോലെ ഒരു പ്ലെയർ ഉള്ളപ്പോൾ ആർട്ടറ്റയ്ക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഒഡഗാർഡിനെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് കുറച്ചും കൂടി ഫ്രീ റോളിലേക്ക് വിടാൻ എന്നുള്ളതാണ്. സോ മാർട്ടിൻ സുബിമെൻഡിയുടെ വരവ് കൊണ്ട് നമ്മുടെ മിഡ്ഫീൽഡ് അപ്ഗ്രേഡ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. ഇപ്പോൾ പാർട്ടിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു സീസണിൽ പാർട്ടി അത്യാവശ്യം ഇഞ്ചുറി കൺസേൺസ് കുറവായിരുന്നു എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ പ്രായമൊക്കെ അത്യാവശ്യം 30 കഴിഞ്ഞൊരു പ്ലെയറാണ് തോമസ് പാർട്ടി എന്നുള്ളത്. സോ തോമസ് പാർട്ടിയുടെ പെർഫോമൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാറുമില്ല. സോ ഐ തിങ്ക് സുബിമെൻഡിയുടെ വരവ് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. മിഡ്ഫീൽഡിലൊരു എക്സ്ട്രാ കോൺഫിഡൻസ് നമ്മുടെ പ്ലെയേഴ്സിന്, ഒരു ഓൾ ഔട്ട് അറ്റാക്കിങ്ങിന് പേര് കേട്ട ടീമല്ല നമ്മൾ, ബട്ട് സ്റ്റിൽ ഡിഫെൻസീവ്ലി വളരെയധികം നല്ലൊരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിനേക്ക് സുബിമെൻഡിയുടെ വരവ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒപ്പോണൻറ്റ് ബോക്സിൽ കാര്യമായിട്ട് പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റാക്കിംഗ് പ്രസൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ലെങ്കിലും സ്വന്തം ബോക്സിൽ നല്ല രീതിയിൽ ഇൻ്റർഫിയറൻസ് വെക്കാനും ക്ലിയറൻസ് വെക്കാനും ഒക്കെ നല്ല കഴിവുള്ള പ്ലെയർ തന്നെയാണ്. അതേപോലെ മിഡ്ഫീൽഡിൽ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ തോമസ് പാർട്ടിനേക്കാൾ ഉപരി ഞാൻ ജോർജിനോനെ വെച്ചാണ് കമ്പയർ ചെയ്യുക. ജോർജിനോൻ്റെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജോർജിനോ ഫിസിക്കാലിറ്റി അത്രയധികം യൂസ് ചെയ്യുന്നൊരു പ്ലെയറായിട്ട് തോമസ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ഐക്യു വെച്ചിട്ടാണ് അദ്ദേഹം കളിക്കാറ്, കുറച്ചും കൂടി സ്മാർട്ട് മൂവ്സാണ് അദ്ദേഹം എടുക്കാറ്. സോ ആ ഒരു വേർഷനിൽ നോക്കുകയാണെങ്കിൽ ജോർജിനോൻ്റെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ തന്നെയാണ് സുബിമെൻഡി എന്നുള്ളതാണ്. കുറച്ചും കൂടി
നല്ല ഡ്രിബ്ലിംഗ് സ്കിൽസ്, ജോർജിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം നല്ല ഡ്രിബ്ലിംഗ് സ്കിൽസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള പ്ലെയറാണ് സുബിമെൻഡി എന്ന് പറയുന്നത്. സോ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് ഒരു വേർത്തി അഡീഷൻ തന്നെയാണ് മാർട്ടിൻ സുബിമെൻഡി, 26 വയസ്സുള്ള ഈ സ്പാനിഷ് മിഡ്ഫീൽഡർ എന്നുള്ളതാണ്. സോ ഇനി ഇവിടെ കുറച്ച് കൺസേൺസും ഫാൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ ഒരു വെർബൽ അഗ്രിമെൻറ്റ് സീലായി എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചില കൺസേൺസും ഫാൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 60 മില്യൺ യൂറോസ് ഈ ഒരു പ്ലെയറിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കറിയാം നമ്മുടെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് സമ്മർ സൈനിങ്ങിൻ്റെ കാര്യത്തിൽ ആ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്കാണ്. സോ നമുക്കറിയാം സ്ട്രൈക്കേഴ്സ് എല്ലാം വളരെ കോസ്റ്റ്ലിയാണ് കാര്യങ്ങളെന്നുള്ള കാര്യം അറിയാം. സോ ഒരു 60 മില്യൺ അഡീഷൻ മേ ബി തോമസ് പാർട്ടിക്ക് ഒരു റിന്യൂവലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 60 മില്യൺ അഡീഷൻ എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണോ എന്നുള്ള ചെറിയ ഫാൻസിൻ്റെ കൺസേൺസ് ഒക്കെ ഉണ്ട്. ബട്ട് സീരിയസ്ലി സ്പീക്കിംഗ് 26 വയസ്സുള്ള തൻ്റെ കരിയറിൻ്റെ ഒരു പീക്ക് ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനെ, അത് ഇത്രയും യൂറോപ്യൻ ജയൻസ് ആയിട്ടുള്ള പല ക്ലബ്ബുകളും നോട്ടമിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറിനെ നമുക്കിപ്പോൾ ബൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് പറയുന്നത്, അത് നമ്മുടെ മിഡ്ഫീൽഡ് അത്യാവശ്യം അനിശ്ചിതത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്ലെയറിനെ ബൈ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതൊരു വെർത്തി ബൈ തന്നെയാണ്. സോ ആ കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ സുബിമെൻഡി ഇതുവരെ വേറൊരു ക്ലബ്ബിൽ കളിച്ചിട്ടില്ല സീനിയർ കരിയറിൽ എന്നുള്ളതാണ്. റയൽ സൊസൈറ്റിയിൽ തന്നെയായിരുന്നു ഈ പ്ലെയർ കളിച്ചത്, അല്ലെങ്കിൽ സ്പെയിനിൽ തന്നെയാണ് ഈ പ്ലെയർ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഈ പ്ലെയർ 26ാമത്തെ വയസ്സിൽ ഇംഗ്ലീഷ് ഫുട്ബോളിലേക്കാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ്. സോ അത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലെയർ ഒരു ഫിസിക്കാലിറ്റി അത്രയധികം യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്ലോസീവ് മിഡ്ഫീൽഡർ അല്ല എന്ന് പറഞ്ഞു. സോ നമുക്കറിയാം ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഫിസിക്കാലിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. സോ അതിലേക്ക് പ്ലെയറിനെ അഡാപ്റ്റ് ചെയ്യാൻ എത്രത്തോളം സമയം വേണ്ടി വരും. ഇപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് വരുമ്പോൾ വെതർ കണ്ടീഷൻസ് അടക്കം, എന്തിന് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് അടക്കം ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു പ്ലെയറിൻ്റെ ലോകം തന്നെ മാറിപ്പോകുന്നുള്ളതാണ് ഇപ്പോൾ ആഴ്സണലിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ്. സോ അതിലേക്ക് കോപ്പപ്പ് ചെയ്യാനായിട്ട് ആ പ്ലെയറിന് എത്രത്തോളം സമയം എടുക്കും എന്നുള്ളത് വളരെ ഒരു ക്വസ്റ്റ്യബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് അടുത്ത സീസൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ആഴ്സണൽ സീസണിൽ പന്ത് തട്ടുന്നതിന് മുമ്പ് തന്നെ പ്രഷർ കുക്കറിനകത്ത് വെച്ചേക്കുന്ന അവസ്ഥയായിരിക്കും അടുത്ത സീസൺ. അത്രയ്ക്കും പ്രഷർ കോച്ചിനും പ്ലേയേഴ്സിനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു പ്രഷറിലേക്കാണ് ഈ ഒരു പ്ലെയറും കടന്നു വരുന്നത്. സോ ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ്, വിസിൽ വീഴുന്ന ഫസ്റ്റ് മൊമെൻറ്റ് തൊട്ട് പ്ലെയറിൽ നിന്ന് 100% എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ അതിന് എത്രത്തോളം കോപ്പപ്പ് ചെയ്യാൻ, ആ ഒരു പ്രതീക്ഷയോടെ എത്രത്തോളം കോപ്പപ്പ് ചെയ്യാനായിട്ട് പ്ലെയറിന് കഴിയും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ എന്തായാലും പ്ലെയറിൻ്റെ പഴയ ടീംമേറ്റ്സ് ആയ മിക്കൽ മെറീനോ എല്ലാം ക്ലബിലുണ്ട് ഓൾറെഡി. സോ പ്ലെയറിന് അതൊരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് മിക്കൽ ആർട്ടറ്റ ഈസ് ഓൾസോ എ സ്പാനിഷ് കോച്ച്. സോ അതിൻ്റെ കീഴിൽ പ്ലെയർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസിഷൻ നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ മാർട്ടിൻ സുബിമെൻഡിയാണ് നമ്മുടെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിലേക്ക് നോക്കുമ്പോൾ, ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫറിലേക്ക് നോക്കുമ്പോൾ, ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈനിങ് എഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് കൺഫേം ആയിട്ടുള്ളൊരു പ്ലെയർ വരാൻ ഏറെക്കുറെ കൺഫേം ആയിട്ടുള്ളൊരു പ്ലെയർ മാർട്ടിൻ സുബിമെൻഡിയാണ് എന്നുള്ളതാണ്. സോ ഇനി നോക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇത്രയേ ഉള്ളോ, മാർട്ടിൻ സുബിമെൻഡിയാണോ നമുക്ക് വേണ്ടത്? കാരണം ഇപ്പം ഞാൻ അടക്കുന്ന ആഴ്സണൽ ഫാൻസ് ആണെങ്കിൽ മാർട്ടിൻ സുബിമെൻഡിയുടെ വരവോടുകൂടി സാറ്റിസ്ഫൈഡ് എന്ന് പറയില്ല ഒരിക്കലും. കാരണം നമുക്ക് മാർട്ടിൻ സുബിമെൻഡിനേക്കാൾ വലിയ കൺസേൺ അവിടെ ഫ്രണ്ട് ലൈനിലുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു മറ്റുള്ള ആഴ്സണൽ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോയ്ക്കേഴ്സിൻ്റെ വരവ്, സ്പോർട്ടിങ്ങിൽ നിന്നുള്ള സ്വീഡിഷ് സ്ട്രൈക്കറായ വിക്ടർ ഗോയ്ക്കേഴ്സിൻ്റെ വരവ് സാധ്യതകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബെർട്ടയുടെ വരവിന് ശേഷം, സ്പോർട്ടിംഗ് ഡയറക്ടറായ ആൻഡ്രിയോ ബെർട്ടയുടെ വരവിന് ശേഷം ഡിസ്കഷൻസ് കാര്യങ്ങളെല്ലാം ടോപ്പ് നോച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ള ടാർഗറ്റ്സിൽ നിന്നൊക്കെ മാറി ഗോയ്ക്കേഴ്സിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ് ബെർട്ട എന്നുള്ളതാണ്. സോ അത് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ക്ലോസ് ടു 70 മില്യൺ പൗണ്ട്സ് ഒരു ഓഫർ ആഴ്സണലിന് വെച്ചതായിട്ടും റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. സോ നമ്മളതിൽ ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി അതിലും ഒരു ഗ്രീൻ സിഗ്നൽ, ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് ഉടനെ തന്നെ കിട്ടുമെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ മറ്റുള്ള സൈനിങ് റൂമേഴ്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു വിങ് പ്ലെയറിൻ്റെ ആവശ്യം, അറ്റാക്കിംഗ് വിങ് പ്ലെയറിൻ്റെ ആവശ്യം നമുക്കുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വിങ് പ്ലെയറിനെ കൂടി ഈ സീസണിൽ കൊണ്ടുവരാൻ കഴിയേണ്ടത് വളരെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആവും ടീമിന് എന്നുള്ളത് നമുക്കറിയാം. സോ അവിടെയാണ് റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോൻ്റെ പേര് ഇപ്പോൾ എടുത്ത് കേൾക്കുന്നത് എന്നുള്ളതാണ്. റോഡ്രിഗോൻ്റെ പേര് ഇപ്പോൾ നമ്മളുമായിട്ട് മാത്രമല്ല മിക്ക ക്ലബ്ബുകളായിട്ടും ലിങ്ക്ഡ് ആണ് എന്നുള്ളതാണ്. കാരണം റോഡ്രിഗോ ഇപ്പോൾ റയൽ മാഡ്രിഡിൽ അത്ര സന്തുഷ്ടനല്ല, പ്ലെയറിന് ഈ ഒരു സീസൺ കഴിയുമ്പോൾ പോകണം. പക്ഷേ സാബി അലോൺസോയുടെ വരവിന് ശേഷം മാത്രമേ കാര്യങ്ങൾ കൺഫേം ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ. ബട്ട് എനിവേ റോഡ്രിഗോ പ്രീമിയർ ലീഗിലേക്ക് ഒരു മൂവ് നോക്കുന്നു എന്നുള്ള റൂമേഴ്സ് എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ
മാഞ്ചസ്റ്റർ സിറ്റി നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതും വളരെയധികം എടുത്ത് കേൾക്കുന്നുണ്ട്. സോ റോഡ്രിഗോനെയൊക്കെ കൊണ്ടുവരാൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരണം, അതിൻ്റെ കൂടെ റോഡ്രിഗോനെയും കൊണ്ടുവരണം എന്നുള്ളതൊക്കെ. അതേപോലെ നമുക്കൊരു ബാക്കപ്പ് ഗോൾ കീപ്പറിൻ്റെ ആവശ്യമുണ്ട്. നെറ്റോ ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ബർണമത്തിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതാണ് ലോൺ സ്പെല്ല് കഴിഞ്ഞിട്ട്. സോ നമുക്ക് റോഡ്രിഗോനെയും സ്ട്രൈക്കറെയും ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ വളരെ സംശയത്തിലാണ്. അതേപോലെ റോഡ്രിഗോയ്ക്ക് നമ്മുടെ ക്ലബ്ബിൽ കളിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതും വളരെ വേറൊരു സെപ്പറേറ്റ് വിഷയമാണ്. സോ റൂമർ കേൾക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ചെൽസി മിഡ്ഫീൽഡറായ ബ്രസീലിയൻ പ്ലെയർ ആൻഡ്രേ സാന്റോസിൻ്റെ പേരും നമ്മുടെ ക്ലബ്ബുമായിട്ട് ആർസണലുമായിട്ട് ലിങ്കപ്പ് ചെയ്ത് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. താരം ഇപ്പോൾ സ്ട്രാസ്ബർഗിൽ ലോൺ സ്പെല്ല് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു പ്ലെയറിൽ നമ്മുടെ ക്ലബ്ബ് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ റൂമേഴ്സ് വരുന്നുണ്ട് ഈ അടുത്തായിട്ട്. അതേപോലെ നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും റൂമേഴ്സ് ഉയർന്നു കേൾക്കുന്നുണ്ട്. എനിവേ ആൻഡ്രേ ബെർട്ട നല്ലൊരു ഓട്ടത്തിലാണ്, മൾട്ടിപ്പിൾ ഡീൽസ് പുള്ളി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ന്യൂസ് റിപ്പോർട്ട്സ് വരുന്നത്. അതേപോലെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഡീൻ ഹ്യൂസൺ, നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തതാണ്, ബേർണമത്തിൻ്റെ സെൻറ്റർ ബാക്കായ ഡീൻ ഹ്യൂസൻ്റെ പേരും വളരെയധികം നമ്മുടെ ക്ലബ്ബ് ഇപ്പോഴും ആ ഒരു റേസിൽ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് പിറകിലാണ്, കാരണം റയൽ മാഡ്രിഡ് ആണ് ഇപ്പോൾ ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ട് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. താരത്തിനും റയൽ മാഡ്രിഡിലോട്ട് പോകാനായിട്ട് ചെറിയൊരു താല്പര്യം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. പക്ഷെ അത് ഒന്നും ഇതുവരെ സീലായിട്ടില്ല. 50 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു റിലീസ് ക്ലോസ് ആണ്. അത് ട്രിഗർ ചെയ്യാൻ എല്ലാ ക്ലബ്ബും, ഏറെക്കുറെ മിക്ക ക്ലബ്ബുകളും, നിലവിൽ റേസിലുള്ള മിക്ക ക്ലബ്ബുകളും റെഡിയാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ താരത്തിന് ചെറുതായിട്ട് റയൽ മാഡ്രിഡിലേക്ക് ഒരു ചായ്വ് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മിക്കവാറും റയൽ മാഡ്രിഡ് തന്നെ അവർക്കൊരു സെൻറ്റർ ബാക്കിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് കേൾക്കുന്നത്, പുതിയ കോച്ചായ സാബി അലോൺസോ വരുന്നതോടുകൂടി. സോ മിക്കവാറും ഡീൻ ഹ്യൂസൺ മിക്കവാറും റയൽ മാഡ്രിഡിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. സോ ആ ഒരു റേസിൽ നമ്മൾ അത്ര മുൻപന്തിയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എനിവേ നമ്മുടെ ക്ലബിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ന്യൂനോ ടവാരസ് ഓൾറെഡി ലാസിയോയിൽ ലോൺ സ്പെല്ല് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. ആ പ്ലെയർ അവിടെ തന്നെ അവിടേക്ക് ഒരു പെർമനൻറ്റ് ട്രാൻസ്ഫർ വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ കീറൻ ടിയേർണി കെൽറ്റിക്കിലേക്ക് പോകാനുള്ള സാധ്യത ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ആൻഡ് അതേപോലെ തന്നെ ജോർജിനോൻ്റെ കാര്യം, ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമംഗോയിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ട്രാൻസ്ഫർ റൂമേഴ്സും കാര്യങ്ങളൊക്കെ. എനിവേ മാർട്ടിൻ സുബിമെൻഡിയുടെ ഒരു വരവ് നമ്മുടെ മിഡ്ഫീൽഡിന് എത്രത്തോളം ഉയർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊക്കെ താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അതേപോലെ ആർസണൽ ഏതൊരു പ്ലെയറിനെയാണ് ഇനി അടുത്തതായി ഫോക്കസ് ചെയ്യേണ്ടത്? ഇപ്പോൾ സ്ട്രൈക്കിംഗ് പൊസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോയിക്കേഴ്സിനെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. സോ ആ ഒരു പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏത് പ്ലെയറിനെയാണ് ആർസണൽ ടാർഗറ്റ്, അല്ലെങ്കിൽ ഏത് പൊസിഷനിലേക്കാണ് ആർസണൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.